ശിവന്റെ കോപത്തിൽ നിന്ന് ജനിച്ച് ദക്ഷന്റെ യാഗശാല തകർത്ത വീരഭദ്രന്റെ അവതാരമാണ് വൈരജാതൻ അഥവാ രക്തജാതൻ. ശക്തിയുടെ പ്രതീകമായി ഈ തെയ്യത്തിന്റെ വെള്ളാട്ടം തട്ടും വെള്ളാട്ടം എന്നോ തെയ്യം തട്ടും തെയ്യം എന്നോ പേരിലും അറിയപ്പെടും. അത്യുത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ദക്ഷയാഗ ഭൂമിയിൽ വീരഭദ്രൻ കാണിച്ച ശൗര്യത്തെയും പരാക്രമത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് വെള്ളാട്ടം. ഈ വെള്ളാട്ടത്തിന്റെ തട്ടേറ്റാൽ അടുത്ത കളിയാട്ടത്തിന് മുമ്പേ ആ വ്യക്തി മരണപ്പെടുമെന്നൊരു വിശ്വാസവും ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ തട്ട് കൊള്ളാതിരിക്കാൻ ആളുകൾ ഭയത്തോടെ മാറി നിൽക്കുന്നതും കാണാം. വൈരജാതന്റെ തെയ്യം 2 അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴാണ് കെട്ടിയാടുന്നത്. ശരിക്കും യോദ്ധാക്കളുടെ ഗണത്തിൽപ്പെടുന്ന തെയ്യങ്ങളുടെ അതിപ്രധാനിയാണ് വൈരജാതൻ തെയ്യം. വൈരജാതൻ തെയ്യത്തിന് വീരഭദ്രൻ എന്ന് പേരുകൂടിയുണ്ട്. ദക്ഷ നിഗ്രഹത്തിനായി സാക്ഷാൽ ഭഗവാൻ പരമശിവൻ തന്റെ വൈരത്താൽ ജടയിൽ നിന്ന് ജനിപ്പിച്ച രൗദ്രമൂർത്തിയാണ് വൈരജാതൻ അഥവാ വീരഭദ്രൻ. ഒരു നാൾ ശിവപത്നിയായ സതീദേവി ശിവന്റെ വാക്ക് ധിക്കരിച്ച് സ്വന്തം പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ ക്ഷണിക്കാതെ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന സതീദേവിയെ ദക്ഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചു. അങ്ങേയറ്റം അപമാനിതയായ സതീദേവി മനോവിഷമത്താൽ യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. സതീദേവിയുടെ മരണവാർത്തയറിഞ്ഞ പരമശിവൻ തൻ്റെ കോപവും സങ്കടവും അടക്കാനാവാതെ സ്വന്തം തിരുജടയിൽ നിന്നും ദക്ഷനെ വധിക്കാനായി ശക്തനായ വീരഭദ്രനെ ജനിപ്പിച്ചു. വീരഭദ്രൻ ദക്ഷന്റെ യാഗസ്ഥലത്ത് ചെന്ന് കണ്ണിൽ കാണുന്നവരെയെല്ലാം കൊന്നൊടുക്കി യാഗശാല അടിച്ചു തകർത്തു. ദക്ഷനെ ശിരസറുത്തു കൊന്നു. അവതാരോദ്ദേശം പൂർത്തിയായ വീരഭദ്രൻ തിരിച്ച് പരമശിവ സന്നിധിയിലെത്തി. വീരഭദ്രന്റെ പ്രവൃത്തിയിൽ സംപ്രീതനായ പരമശിവൻ സജ്ജന പരിപാലനത്തിനായി വീരഭദ്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇതേ വീരഭദ്രന്റെ കഥ തന്നെയാണ് മലനാട്ടിൽ വൈരജാതൻ ആയി തെയ്യമായി കെട്ടിയാടുന്നത്. ഭൂമിയിൽ മലനാട്ടിലെത്തിയ വൈരജാതൻ കുറുമ്പനാട്ടിൽ നിന്നും ക്ഷേത്രപാലകനെയും ബാലുശ്ശേരിയിൽ നിന്നും വേട്ടക്കൊരുമകനെയും കണ്ടുമുട്ടുന്നു. പിന്നീട് കോലത്തിരിക്ക് വേണ്ടി വേട്ടക്കൊരുമകനെയും ക്ഷേത്രപാലകനെയും കൂട്ടി അല്ലട നാട് പിടിച്ചടക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന കഥയുണ്ട്. യുദ്ധവേളയിൽ വൈരജാതൻ പൂന്തോട്ടത്ത് മണിയാണി എന്ന ഭക്തനെ കാണുകയും അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ചെറുവത്തൂരുള്ള കമ്പിക്കാത്തറവാടിൽ കുടികൊള്ളുകയും ചെയ്തു. ചെറുവത്തൂർക്കാരുടെ ആദ്യത്തെ മര്യാദയിൽ ദേവൻ സംപ്രീതനായി. പിന്നീട് ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം ഉണ്ടാവുകയും മൂവാണ്ട് കളിയാട്ടം കൽപ്പിക്കുകയും ചെയ്തു. അതിശക്തനായ യോദ്ധാവാണ് വൈരജാതൻ. പിന്നീട് തൃക്കരിപ്പൂർ മാടത്തിന് കീഴിലും ചെറുതാഴം മാടത്തിന് കീഴിലും സ്ഥാനമുണ്ടായി വൈരജാതന്. ഒരു പോരാളിയുടെ കഥയെ അനുസ്മരിപ്പിക്കുന്നത് പോലെ അതിരൗദ്രഭാവത്തോടെ തന്നെയാണ് വൈരജാതന്റെ തെയ്യക്കോലവും കെട്ടിയാടുന്നത്. ദക്ഷന്റെ യാഗഭൂമിയിൽ വീരഭദ്രൻ നടത്തിയ ആക്രമണത്തിന്റെ പ്രതീകമായാണ് വൈരജാതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം കെട്ടുന്നത്. വൈരജാതൻ തെയ്യത്തിന്റെ വെള്ളാട്ടത്തിന് തട്ടും വെള്ളാട്ടം എന്നാണ് പറയാറുള്ളത്. തട്ടും വെള്ളാട്ടത്തിന്റെ ആയുധം കൊണ്ട് തട്ടേറ്റ ആൾ അടുത്ത കളിയാട്ടത്തിന് മുമ്പ് മരണപ്പെടുമെന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. വൈരജാതനെ പോലെ ദക്ഷ സംഹാരത്തിനായി കോപം കൊണ്ട് ഉറഞ്ഞാടിയ പരമശിവന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച മൂർത്തികളുടെ തെയ്യങ്ങളാണ് രക്തജാതനും ആർത്താണ്ടനും. കോലത്തിരിക്ക് വേണ്ടി അല്ലടനാട് കീഴടക്കാൻ പടനയിച്ചു വന്ന ഐവർകൂറ്റിൽ പരദേവതമാരിൽ ഒരാളാണ് വൈരജാതൻ. ക്ഷേത്രപാലകൻ, ശാസ്താവ്, വേട്ടക്കൊരുമകൻ, വൈരജാതൻ, കേരളവർമ്മ എന്നിവരെ ചേർത്താണ് ഐവർകൂറ്റ് എന്ന് പറയുന്നത്. വടക്കോട്ട് യാത്രയിച്ച ഈ ദൈവങ്ങളിൽ വേട്ടക്കൊരുമകൻ നീലേശ്വരത്തും ക്ഷേത്രപാലകൻ മടിയങ്കൂരത്തും ശാസ്താവ് കീഴൂരിലും സ്ഥാനമുറപ്പിച്ചു. കേരള ഭൂമിയിൽ എള്ളുവിത്ത് 8000 പൊതി സ്ഥലം ഉൾക്കൊള്ളുന്ന ചെറുവത്തൂർ നായർത്തറയിൽ വൈരജാതൻ ഈശ്വരൻ കൊതിച്ചു വന്ന് കുടി ദേവാലയമാണ് ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം. ഒരു പടനായകന്റെ വേഷത്തിൽ കമ്പിക്കാത്തണം നായർ തറവാട്ടിൽ വന്നു ചേർന്ന വീരഭദ്രൻ അതിശയങ്ങൾ കാട്ടി ആരാധന തേടി. തുടർന്ന് തൃക്കരിപ്പൂർ മാടത്തിന് കീഴിലും പറമ്പത്തറയിലും പിലാത്തറയിലും ചെറുതാഴം മാടത്തിന് കീഴിലും ദേവൻ എഴുന്നള്ളി ആരാധന നടത്തി. വമ്പരിൽ മുമ്പനാണ് വൈരജാതൻ. ശക്തിയുടെ പ്രതീകമാണ് ദേവൻ. ദക്ഷന്റെ യാഗഭൂമിയിൽ വീരഭദ്രൻ കാട്ടിയ ശൗര്യവും പരാക്രമവും അനുസ്മരിപ്പിക്കുന്നതാണ് വൈരജാതന്റെ തട്ടും വെള്ളാട്ടം. യാഗഭൂമിയിൽ സർവരെയും കൊന്നൊടുക്കുന്നത് അനുസ്മരിച്ചാണ് തെയ്യവും കണ്ണിൽ കാണുന്നവരെയെല്ലാം തട്ടുന്നത്. അല്ലട സ്വരൂപത്തിൽ ക്ഷേത്രപാലകനോടം തന്നെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് വൈരജാതൻ.